Okay, students, can we start? Yes, sir. So, a question on okay. Analyze the continuous beam ABCD shown in figure. If the support C settles down by 5 mm, take E is equal to 15 kilonewton per mm square, comma, moment of inertia is constant throughout and is equal to 5 into 10 power 9 mm power 4. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബീം എ ബി സി എന്നൊരു കണ്ടിന്യൂസ് ബീം ഉണ്ട്. അത് സി ഡി എന്ന് പറഞ്ഞ പോർഷൻ നോക്കിക്കേ. ആ സി ഡി എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? എ ബി സി ഡി എന്നാണ് നമ്മുടെ ബീം. ആ ബീമിനകത്ത് സി ഡി എന്ന പോർഷൻ, അതിന് പറയുന്ന പേരെന്താ? എ ബി സി ഡിയില് സി ഡി എന്ന് പറഞ്ഞ പോർഷൻ കാന്റിലിവർ എന്ന് വെച്ചാൽ വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ആൻഡ് ഫ്രീ എന്നല്ലേ? വേറൊരു പേര് പറയും. വേറെ പേരൊന്നും ഓർക്കുന്നില്ല. പ്രോപ്റ്റ് കാന്റിലിവർ അല്ലല്ലോ. പറഞ്ഞൊരു ഓർക്കുന്നുണ്ടോ? ഓവർഹാങ്ങിങ് പോർഷൻ. ഇല്ലെങ്കിൽ ഓർത്താൽ മതി, സി ഡി എന്ന് പറഞ്ഞ പോർഷൻ ഓവർ ഹാങ്ങിങ് ആണ്. കാന്റിലിവർ ബീം എന്ന് വെച്ചാൽ വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ആൻഡ് ഫ്രീ ആണ്. ഇവിടെ അങ്ങനെയല്ല. സി എന്ന് പറഞ്ഞെടുത്ത് എന്താ ഉള്ളത്? ഒരു റോളർ സപ്പോർട്ട് ആണ് ഉള്ളത്. സി എന്ന് പറഞ്ഞ പോയിന്റ് റോളർ സപ്പോർട്ട്, എയില് ഹിഞ്ചഡ് സപ്പോർട്ട് ആൻഡ് ബിയിലെ റോളർ സപ്പോർട്ട്. ഇവിടെ ഹിഞ്ചഡ്, ഇവിടെ റോളർ സപ്പോർട്ട്. ഈ രണ്ട് പോയിന്റിൽ നമുക്ക് എന്താ ഉള്ളത്? യൂണിഫോംലി പോയിന്റ് ലോഡ് ആണ് ഉള്ളത്. 30 കിലോ ന്യൂട്ടൺ. പിന്നെ ഇവിടെ ഒരു 40 കിലോ ന്യൂട്ടൺ. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗറിൽ ഓവർ ഹാങ്ങിങ് പോർഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്താം ബീമിൽ, സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇതൊരു 20 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് ആണ്. ഇതൊരു 2 മീറ്റർ ആണ്. അപ്പോ ഇത് നമുക്കൊരു മൊമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ 20 ഇൻറ്റു 2. അപ്പോൾ ഈ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സിന്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൊമെന്റ് കോസ് ചെയ്യും. ഈ 20 എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ഹോഗിങ്. ഇവിടെ ഒന്ന് ഇരിക്കുമ്പോൾ ഇത് ഹോഗ് ചെയ്യും, മുകളിലേക്ക് ബെൻഡ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാം? സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു മൊമെന്റ് കൺസിഡർ ചെയ്യാൻ പറ്റും. സി എന്ന് പറഞ്ഞ പോയിന്റിൽ 40 കിലോ ന്യൂട്ടൺ മീറ്ററിൽ ഒരു മൊമെന്റ് എഴുതാൻ പറ്റും. സോ കണ്ടോ, ഞാൻ ആ ടാബ് ഡ്രോയിങ് വരയ്ക്കുന്നത് ഷെയർ ചെയ്യാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഓവർഹാങ്ങിങ് പോർഷൻ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗറിലുള്ളത് സി ഡി എന്ന് പറഞ്ഞൊരു ഓവർഹാങ്ങിങ് പോർഷൻ ആണ്. ആ ഓവർഹാങ്ങിങ് പോർഷനെ നമുക്കൊരു മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? മൊമെന്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. 20 കിലോ ന്യൂട്ടൺ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ് അപ് ടു സി. സോ നമുക്ക് moment at C is equal to minus 40 kilonewton meter. എന്നൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്നുവെച്ചാൽ മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് -40 കിലോന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? എങ്ങനെയാ -40 കിലോ ന്യൂട്ടൺ മീറ്റർ വന്നതെന്ന്? ഓവർഹാങ് വരുന്ന കേസിലെല്ലാം ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓവർഹാങ്ങിങ് പോർഷൻ വരുവാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്?
Free bending moment diagram. ഫ്രീ മൊമെന്റ് ഡയഗ്രാം, ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് എ ബി എന്ന് പറഞ്ഞ സ്പാനിൽ 30 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡാണ് ഉള്ളത്. ഒരു പോയിന്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റിന്റെ ഷേപ്പ് എന്താണ്? പോയിന്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ്. ഇനി അതൊരു ഈ തന്നിരിക്കുന്നത് ഒരു കറക്റ്റ് എന്താണ് സെന്ററിലാണോ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്? 30 കിലോ ന്യൂട്ടൺ എന്നുള്ള ഒരു സെന്ററിൽ ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡ് ആണോ? അല്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്തായിരുന്നു ഇക്വേഷൻ? മാക്സിമം മൊമെന്റിന്റെ വാല്യൂ WAB ഡിവൈഡഡ് ബൈ L. അപ്പോൾ WAB ഡിവൈഡഡ് ബൈ L വാല്യൂ എന്ന് പറഞ്ഞേ, ഡബ്ല്യുവിന്റെ വാല്യൂ 30 കിലോ ന്യൂട്ടൺ, W എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ 2 ഡിവൈഡഡ് ബൈ 6. എത്ര വരും ആൻസർ? WAB ഡിവൈഡഡ് ബൈ L ആൻസർ പറഞ്ഞേ. 40. യൂണിറ്റ് എന്തായിരിക്കും? 40 കിലോ ന്യൂട്ടൺ. ഉറക്കെ പറ. കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. ഓർത്തിരിക്കുക, മൊമെന്റിന്റെ യൂണിറ്റ് 40 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്ത പാർട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? BC എന്ന് പറഞ്ഞ പാർട്ട്. BC എന്ന് പറഞ്ഞ ബെൻഡിങ് മൊമെന്റിന്റെ പാർട്ടിലും ഒരു പോയിന്റ് ലോഡ് ആണുള്ളത്. ആ പോയിന്റ് ലോഡിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോഴും ഏത് ഷേപ്പിലാണ് വരുന്നത്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ്. അപ്പോ അതിനകത്ത് മാക്സിമം മൊമെന്റിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എക്സാക്ട് ഇവിടെ BC എന്നുള്ളത് 4 മീറ്റർ ആണ്. 4 മീറ്ററിന്റെ എക്സാക്ട് സെന്ററിലാണ് 40 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കേസിൽ മാക്സിമം മൊമെന്റിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? WL ഡിവൈഡഡ് ബൈ 4. അപ്പോൾ W വാല്യൂ എത്രയാ? 40 കിലോ ന്യൂട്ടൺ. 40 ടോട്ടൽ ലെങ്ത് ആണ് ക്യാപിറ്റൽ. 40 into 4 ഡിവൈഡഡ് ബൈ 4 is equal to 40 കിലോ ന്യൂട്ടൺ മീറ്റർ. 40 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ AB സ്പാനിൽ കിട്ടിയത് 40 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. BC സ്പാനിലും കിട്ടിയത് 40 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി ആ CD എന്ന് പറഞ്ഞ ഓവർഹാങ് പോർഷന്റെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണ്ട. സോ നമുക്ക് ഫ്രീ മൊമെന്റ് ഡയഗ്രാം കിട്ടുന്നത് എങ്ങനെയാണ്? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇപ്പോൾ 2 ട്രയാങ്കിൾ മാത്രം കിടക്കും. CD എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ ഫ്രീ ആയിട്ട് ലീവ് ചെയ്യും. അപ്പോൾ CD എന്ന് പറഞ്ഞ പോർഷന് നമുക്ക് അവിടെ എന്താ ചെയ്തേ? CD എന്ന് പറഞ്ഞ പോർഷനിൽ ഒരു മൊമെന്റ് കൺസിഡർ ചെയ്തു. ആ മൊമെന്റ് ആക്ട് ചെയ്യുന്നത് സപ്പോർട്ട് സീലാന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ അത്രയും പോർഷൻ ഫ്രീ ആയിട്ട് വിടുക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ AB സ്പാനിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 40. ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാ? 120 മീറ്റർ സ്ക്വയർ. ഇനി BCയുടെ ട്രയാങ്കിളിന്റെ ഏരിയ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ, BC ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ half into 4 into 40. എത്ര വരും ആൻസർ? ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 40 80 meter square. 80 മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ A1 ക്യാപിറ്റൽ A2 കിട്ടി. ക്യാപിറ്റൽ A1 എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഫസ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ക്യാപിറ്റൽ A2 എന്ന് വെച്ചാൽ ഏരിയ ഓഫ് സെക്കൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? Center of gravity കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അൺസിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. ഫസ്റ്റ് ട്രയാങ്കിൾ അൺസിമെട്രിക്കൽ ആണ്.
നമുക്ക് One. എ പോയിന്റിലാണോ സെന്റർ ഓഫ് ഗ്രാവിറ്റി വേണ്ടേ, ബി എന്ന് പറഞ്ഞ പോയിന്റിലാണോ സെന്റർ ഓഫ് ഗ്രാവിറ്റി വേണ്ടേ? A അല്ലേ? എ ആണ് വേണ്ടതെന്ന് വെച്ചാൽ എൻഡ് സപ്പോർട്ടിൽ നിന്നുള്ള എൻഡ് സപ്പോർട്ടിൽ നിന്നാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം മൊമെന്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് അറ്റ് ഡിസ്റ്റൻസ് 4 meter ഫ്രം എ, അറ്റ് ഡിസ്റ്റൻസ് 2 meter ഫ്രം ബി. ഇനി സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞേ? നമുക്ക് എ എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വേണ്ടത്. എ എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വേണ്ടത്. ഇക്വേഷൻ പറഞ്ഞേ. 1/3 into 1/3 into A plus L. 1/3 into എ എന്ന് പറഞ്ഞ വാല്യൂ എത്ര എന്ന് പറഞ്ഞാൽ മതി? 4 plus 6. സോ നമുക്ക് എ എന്നാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 1/3 into 4 plus 6 എന്ന് എടുക്കാൻ കാര്യം. ഇനി ബി എന്നാ മാർക്ക് ചെയ്യുന്നെങ്കിൽ, ബി എന്നാ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ത് വരും? 1/4 into 2 plus 6 എന്നെടുക്കേണ്ടി വന്നേനെ. പക്ഷേ നമ്മുടെ മെത്തേഡിൽ നമുക്ക് എടുക്കേണ്ട സെന്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും എവിടെ നിന്നായിരിക്കണം? എൻഡ് സപ്പോർട്ടിൽ നിന്നായിരിക്കണം സെന്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 1/3 10/6 10/3. അപ്പോൾ A1 ആൻസർ 10/3. ഇനി അടുത്ത ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെന്ററോയിഡ് എത്ര വരും? L/2. L/2. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബി സി സ്പാനിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് വെച്ചാൽ അത് സിമെട്രിക്കൽ ആണ്. അപ്പോൾ സിമെട്രിക്കൽ ആകുമ്പോൾ ലെങ്ത്തിന്റെ ഹാഫ് എടുത്താൽ മതി സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്തിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 4.5 2 meters. സോ A1 10/3, A2 2 meters. ഈ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? തേർഡ് സ്റ്റെപ്പ് തിയറം അപ്ലൈ ചെയ്യുന്നു. തിയറം അപ്ലൈ ചെയ്യുന്നു. തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വാല്യൂസ് വേണമെന്ന് നോക്കിക്കേ. തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യനകത്ത് എം എ വാല്യൂ എന്തായിരിക്കും വരുന്നത്? എം എ വാല്യൂ തിയറത്തിനകത്ത് ഒരു മൊമെന്റ് എ എന്നൊരു വാല്യൂ ഒക്കെ ഇല്ലയോ? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് മൊമെന്റ് എയുടെ വാല്യൂ എന്താ? മൊമെന്റ് അബൌട്ട് എ എം എ 0. മൊമെന്റ് എ വാല്യൂ 0 ആണ്. മൊമെന്റ് ബിക്ക് ഒരു വാല്യൂ ഉണ്ട്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എം ബി സപ്പോർട്ട് ബിയിലെ മൊമെന്റിന് ഒരു വാല്യൂ ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. ബിക്കോസ് ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളർ സപ്പോർട്ട് ആണെങ്കിലും ഒരു ബീമിന്റെ ഇടയിൽ വരുന്ന സപ്പോർട്ടിനകത്ത് മൊമെന്റ് ഉണ്ടാകും. ഇനി മൊമെന്റ് അറ്റ് സിക്ക് ഒരു വാല്യൂ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എത്രയാ കിട്ടുന്നത്? മൊമെന്റ് അറ്റ് സി 40 kN/m. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. മൈനസ് 40 kN/m. മൈനസ് 40 kN/m. സോ എങ്ങനെയാ മൈനസ് 40 kN/m വന്നത്? ആ സി ഡി എന്ന് പറഞ്ഞ പോർഷൻ ഒരു ഓവർ ഹാങ്ങിങ് പോർഷൻ ആണ്. അപ്പൊ അതിനെ നമുക്കൊരു മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 20 into 2 ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ അത് ആക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഹോഗിങ് കോസ് ചെയ്യും, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ എടുത്തത്. ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് ഇഫ് ദ സപ്പോർട്ട് സി സിങ്സ് ബൈ 5 mm. അപ്പൊ നമുക്കുള്ളത് എത്ര സപ്പോർട്ടാണ് ഉള്ളത്? എ ഉണ്ട്, ഇത് എ സപ്പോർട്ട്. ഇവിടെ നമുക്ക് ബി എന്നൊരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ നമുക്ക് സി എന്നൊരു സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഇത് ലാസ്റ്റ് ഓവർ ഹാങ് പോർഷൻ. ക്വസ്റ്റിനകത്ത് പറയുന്നത് ഇഫ് ദ സപ്പോർട്ട് സി സെറ്റിൽ ഡൗൺ ബൈ 5 mm. സപ്പോർട്ട് സി സെറ്റിൽ ഡൗൺ ബൈ 5 എന്ന് പറയുമ്പോൾ ഈ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് താഴത്തേക്ക് വന്നു. വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സപ്പോർട്ട് സി മാത്രം താഴത്തേക്ക് സിങ്ക് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ബീമിന്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കും? എയും ബിയും അതേ കണക്ക് തന്നെ നിൽക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്തു? സി എന്ന് പറഞ്ഞ സപ്പോർട്ട് താഴത്തേക്ക് സിങ്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 5 mm. ഇഫ് ദ സപ്പോർട്ട് സി സിങ്സ് ബൈ 5 mm എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി
നമുക്ക് തന്നിരിക്കുന്ന സ്പാനിന്റെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബീമിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ബി പോയിന്റ് ആണ്. അപ്പൊ വിത്ത് റെഫറൻസ് ടു ബി പോയിന്റ് സപ്പോർട്ട് സി എന്താ ചെയ്തേ? സപ്പോർട്ട് സി താഴത്തേക്ക് മൂവ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ്? എച്ച് സിയുടെ വാല്യൂ -5 mm ആയിട്ട് എടുക്കണം. -5 mm. -5 mm എടുക്കാൻ കാര്യം നമ്മുടെ സെന്റർ സപ്പോർട്ട് നോക്കുക. വിത്ത് റെഫറൻസ് ടു സെന്റർ സപ്പോർട്ട് സി എന്താണ്? താഴത്തേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സപ്പോർട്ട് സിക്ക് അല്ല എച്ച് സിയുടെ വാല്യൂ -5 എടുക്കാൻ കാര്യം. -5 mm എടുക്കാൻ കാര്യം. ഇനി നമുക്ക് എ എന്ന് പറഞ്ഞെടുത്ത് സിങ്കിങ് ഒന്നുമില്ല, അതുകൊണ്ട് ആ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സിങ്കിങ്ങേ ഉള്ളൂ, സിയിൽ മാത്രമേ സിങ്കിങ് ഉള്ളൂ. സിയിലെ സിങ്കിങ്ങിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് എടുക്കുന്നത്. ബിക്കോസ് നെഗറ്റീവ് എടുക്കാൻ കാര്യം വിത്ത് റെഫറൻസ് ടു സെന്റർ സപ്പോർട്ട് സി ഈ ബെൻഡിങ് ഡൗൺവേർഡ്. ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിലും താഴത്തേക്കാണ് അത് സിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്. ഇനി നമുക്ക് തിയറം അപ്ലൈ ചെയ്യുവാണ്. തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -mc -40 kN/m എന്നുള്ള വാല്യൂ നമ്മൾ എഴുതി. മൊമെന്റ് അറ്റ് എ 0 ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് എന്ന് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് I1 = I2 എന്ന് കൊടുക്കാൻ കാര്യം. ഇതാ നമ്മുടെ തിയറം, ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ. ഇനി എച്ച് സിയുടെ വാല്യൂ നെഗറ്റീവ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ബിക്കോസ് ടി ഈസ് ബിലോ ദ മിഡ് പോയിന്റ് ബി. ഈ 5 mm എന്നുള്ളതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ -5 × 10⁻³ meters. -5 × 10⁻³ meters. സോ ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഇവിടെ ഐയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 5 × 10⁻9 mm/4. 5 × 10⁻9 mm/4 എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നത്. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് എന്ത് ചെയ്തത്? 10⁻³ ചെയ്തത്. ഈ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരുന്നത് mm⁻⁴. അപ്പോൾ m⁻⁴ ചെയ്യാനാണ് ഇതിനെ ⁻⁴ എന്ന് കൊടുത്തിരിക്കുന്നത്. സോൾവ് ചെയ്യുമ്പോൾ 5 × 10⁻³ m/4. ഇനി യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു 15 kN/mm². ഇനി 15 kN ഡിവൈഡഡ് ബൈ mm². ഈ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻³ ഇതണക്കന്നെ mm²നെ m² ആക്കാനാണ് ഹോൾ സ്ക്വയർ കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ 15 × 10⁻⁶ kN/m². ഈ യൂണിറ്റ് കൺവേർഷൻ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ മാർക്ക് പോകും. സോ നമ്മുടെ തിയറം, കെപ്ലയോൺസ് തിയറത്തിനകത്ത് ഇയുടെയും ഐയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മൊമെന്റ് ബിക്ക് ഒരു ആൻസർ കിട്ടും, -52.125 kN/m. -52.15 kN/m. സോ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു സ്റ്റെപ്പിൽ, തിയറം അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടൊന്നുമില്ല. എല്ലാ സ്റ്റെപ്പും മനസ്സിലായോ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ മനസ്സിലായെന്ന് പറയാ, ഇല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാ. ഹലോ, മനസ്സിലായി സർ. സോ
അടുത്തത് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. റോഷന് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്നാണോ പറയുന്നത്? അത് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയാണ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. സോ അടുത്തത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഇത് ഞാൻ വരച്ചിരിക്കുന്നത് നമ്മൾ വരച്ച ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഫ്രീ മൊമെന്റ്. ഈ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിനകത്ത് നമ്മൾ ഈ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിനകത്ത് തന്നെയാണ് നമ്മൾ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇത് സപ്പോർട്ട്, ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് സി, ഇത് ഡി. നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് ഒന്നുമില്ല, അപ്പോൾ അത് 0 ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ കിട്ടിയ മൊമെന്റ് വാല്യൂ എത്രയായിരുന്നു? ബിയിൽ കിട്ടിയ മൊമെന്റ് വാല്യൂ ആരെങ്കിലും ഒന്ന് ആൻസർ പറഞ്ഞേ. ബിയിൽ കിട്ടിയ മൊമെന്റ് വാല്യൂ എത്രയായിരുന്നു? -52.125. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വരും -52.125 എന്നുള്ള വാല്യൂ. അതെന്താണ്? സപ്പോർട്ടിലെ നെഗറ്റീവ് വാല്യൂ ബേസ് ലൈനിന് മുകളിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്കൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. സി എന്ന് പറഞ്ഞ പോയിന്റിൽ കിട്ടിയ മൊമെന്റ് വാല്യൂ എത്രയായിരുന്നു? സി എന്ന് പറഞ്ഞ പോയിന്റിൽ കിട്ടിയ മൊമെന്റ് വാല്യൂ -40 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടായിരിക്കണം വരയ്ക്കേണ്ടത്. സോ വരച്ചിരിക്കുന്നതാണ് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ അത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അത് ഞാൻ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല, സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് തന്നെ വേണം വരയ്ക്കാനായിട്ട്. സോ നിങ്ങൾ ഇപ്പം കാണുന്ന അതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ ആൻസർ പേപ്പറിൽ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് അതിന് താഴെ വേണം ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. എന്നിട്ട് ഷെയ്ഡ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? രണ്ടിടത്തും മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ്, രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിന് എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈനിന് മുകളിലേക്ക് വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക. ഇനി രണ്ടാമത് നമ്മൾ വരച്ച ഈ സപ്പോർട്ടിലെ മൊമെന്റ് മാത്രം ജോയിൻ ചെയ്ത് വരച്ച പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം ഷെയ്ഡ് ചെയ്യുക. രണ്ടിന്റെയും ഡിഫറൻസ് ആണ് ശരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും അതേ കണക്ക് തന്നെ നമ്മൾ ഫൈനലായിട്ട് വരച്ച സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ വരച്ച ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും അതിനകത്ത് തന്നെ വരയ്ക്കുന്ന സപ്പോർട്ടിലെ മൊമെന്റ്സിന്റെ ഡയഗ്രവും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരു കണ്ടിന്യൂസ് ബീം അല്ലെങ്കിൽ ഒരു ഇൻഡിറ്റർമിനേറ്റ് ബീമിന്റെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? Yes, sir. ഇനി അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സപ്പോർട്ട് റിയാക്ഷൻസ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ എത്ര സ്പാൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യനകത്തുള്ള സ്പാനിനെ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം? 2 ആണോ 3 ആണോ നോക്കിയിട്ട് പറഞ്ഞേ. 3. എങ്ങനെയാ 3 പാർട്ടാക്കുന്നത്? എങ്ങനെയാ 3 പാർട്ടാക്കാന്ന് പറഞ്ഞേ. 3 എ ബി എന്നൊരു പാർട്ടാക്കും, ബി സി എന്നൊരു പാർട്ടാക്കും, സി ഡി എന്നുള്ള തേർഡ് പാർട്ടാക്കും. ക്ലിയർ ആണോ? എ ബി ഒരു പാർട്ട്, ബി സി സെക്കൻഡ് പാർട്ട്, സി ഡി തേർഡ് പാർട്ട്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണുന്നത് എ ബി എന്ന് പറഞ്ഞ സ്പാൻ എടുത്തു.
അപ്പോൾ ആർ എയും ആർ ബി വണ്ണും അതിൽ വരും. ആർ എയും ആർ ബി വണ്ണും. അപ്പോൾ എ ബി സ്പാനിൽ ഒരു 30 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ട്. പിന്നെ ബിയിൽ നമുക്ക് കിട്ടിയ മൊമെന്റ് വാല്യൂ അതെന്തായിരുന്നു? നെഗറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് ആ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ക്ലോക്ക് വൈസ് കൊടുത്തിരിക്കുന്നത്. ക്ലോക്ക് വൈസ് കൊടുത്തു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഹോഗിങ് മൊമെന്റ് ആയിരിക്കും. ഹോഗിങ് മൊമെന്റ് നെഗറ്റീവ് ആണ്. സോ മൊമെന്റ് അബൌട്ട് എ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ റിയാക്ഷൻ B1 കിട്ടി 28.69. നമ്മൾ രാവിലെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത്. ഈ മൊമെന്റ് അബൌട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ മൊമെന്റ് അബൌട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർ എയുടെ ആൻസർ കിട്ടും. മൊമെന്റ് അബൌട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർ എയുടെ ആൻസർ 1.31 കിലോ ന്യൂട്ടൺ. അപ്പോൾ ആർ ബി വൺ വാല്യൂം കിട്ടി, ആർ എയുടെ വാല്യൂം കിട്ടി. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർ എയുടെയും ആർ ബി വണ്ണിന്റെയും വാല്യൂ കിട്ടുന്നതല്ലോ. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ. മനസ്സിലായി സർ. യെസ് സർ, മനസ്സിലായി. സോ അടുത്തത് നെക്സ്റ്റ് സ്പാൻ. ഇവിടെ നമുക്ക് ആർ ബി ടു ഉണ്ട്. പിന്നെന്ത് വരും? ആർ സി വൺ, ആർ ബി ടു, ആർ ബി ടുവും ആർ സി വണ്ണും. ഇവിടെ ആർ സി വൺ, ഇവിടെ നമുക്ക് ലോഡ് എത്രയുള്ളത്? ലോഡ് 40 കിലോ ന്യൂട്ടൺ. 40 കിലോ ന്യൂട്ടൺ. സോ ഡിസ്റ്റൻസ് 2 മീറ്റർ ഡിസ്റ്റൻസ്. ഇനി വേറെ എന്തെങ്കിലും വരയ്ക്കാനുണ്ടോ ബി സി സ്പാനില്? എന്താ വരയ്ക്കണ്ടേ? മൊമെന്റ്. അപ്പോ ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊമെന്റിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്? ബി എന്ന് പറഞ്ഞ പോയിന്റിലെ മൊമെന്റ് ബി പോയിന്റ്, ഈ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന മൊമെന്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ വരയ്ക്കണ്ടേ? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. നമുക്ക് ബിയുടെ വാല്യൂ കിട്ടിയത് നെഗറ്റീവ് ആയിട്ടല്ലായിരുന്നോ? -52.125 എന്നല്ല കിട്ടി. അതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഇനി അതേ കണക്ക് തന്നെ സപ്പോർട്ട് സിയിൽ ഈ സപ്പോർട്ടിൽ എന്തുണ്ട്? ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റിന്റെ വാല്യൂ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരയ്ക്കുന്നത്, 40 കിലോ ന്യൂട്ടൺ മീറ്റർ. എന്തുകൊണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു എന്ന് വെച്ചാല് നമുക്ക് കിട്ടിയ 40 എന്ന് പറഞ്ഞാല് -40 ആണ്, ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹോഗിങ് റൈറ്റ് സൈഡിൽ ഹോഗിങ് കോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്ലോക്ക് വൈസ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ? സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സി സപ്പോർട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സം ഓഫ് മൊമെന്റ് അബൌട്ട് സപ്പോർട്ട് സി ഇസ് ഈക്വൽ ടു -40 എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഇസ് ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. ബിക്കോസ് സി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കൊരു 40 കിലോ ന്യൂട്ടൺ മീറ്റർ മൊമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് സം ഓഫ് മൊമെന്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു -40 എന്ന് കൊടുക്കാൻ കാര്യം. ഇനി സം ഓഫ് മൊമെന്റ് അബൌട്ട് സി എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് ഇവിടെ ഒരു മൊമെന്റ് ഉണ്ട് ആന്റി ക്ലോക്ക് വൈസ്, നെഗറ്റീവ് ഹോഗിങ് കോസ് ചെയ്യുന്ന മൊമെന്റ് -52.125. പിന്നെന്താ വരുന്നത്? ആർ ബി ടു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ?
പ്ലസ് ആണ് വരിക, സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. RB2 ഇൻറ്റു 4 പിന്നെന്താണ് 40 ഇൻറ്റു -40 ഇൻറ്റു 2 -40 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു -40. ഇവിടുന്ന് RB2ന്റെ ആൻസർ കിട്ടും. എത്ര വരും എന്ന് പറയാമോ? RB2ന്റെ ആൻസർ സോൾവ് ചെയ്തിട്ടൊന്ന് ആൻസർ പറഞ്ഞ RB2ന്റെ ആൻസർ. ആർക്കും ആൻസർ കിട്ടിയില്ലയോ? RB2 ആൻസർ $23.03. 23.03. RB2 23.03. ഇനി RC1ന്റെ വാല്യൂ എന്ത് കിട്ടും? അപ്പോ അത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോ RC1 മൈനസ് RB2 മൈനസ് അല്ല RC1 പ്ലസ് RB2 RC1 പ്ലസ് RB2 മൈനസ് 40 is equal to 0. സോ അവിടെ നിന്ന് നമുക്ക് RC1 കിട്ടും. RC1ന്റെ ആൻസർ എത്ര കിട്ടുന്നേ? RC1 RC1 answer 16.97. 16.97 kilonewton. 16.97 kilonewton. ഇനി നമുക്ക് അടുത്ത എന്തുണ്ട്? CD എന്ന് പറഞ്ഞിട്ടൊരു ഓവർഹാങ്ങിങ് പോർഷൻ ഉണ്ട്. ഓ ഇത് C, ഇവിടെ D. നമുക്ക് എന്താ ഇവിടെ ഒരു ലോഡ് ഉണ്ട്. ലോഡിന്റെ വാല്യൂ 20 kilonewton. kilonewton. വേറെ എന്തെങ്കിലും വരയ്ക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും? സോ സിയിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിന് നമ്മൾ RC2 എന്ന് പേര് കൊടുത്തു. എന്ത് ചെയ്താൽ മതി? സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ RC2 മൈനസ് 20 ഇസ് ഈക്വൽ ടു 0. Therefore RC2 is equal to 20 kilonewton meter. RC2 is equal 20 kilonewton. Kilonewton meter illa, shear force on RC2 is equal to 20. അപ്പോ ഇനി എന്ത് ചെയ്താൽ മതി? എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചാൽ മതി. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്തായിരുന്നു ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്? ഒരു ബേസ് ലൈൻ വരയ്ക്കണം. സോ നമ്മളൊരു ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിന് മുകളിലേക്കുള്ളത് പോസിറ്റീവ് വാല്യൂസ് എന്ന് കൊടുത്തു, താഴത്തേക്കുള്ള നെഗറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മുടെ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇതാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്, എ പോയിന്റ്. ഇവിടെ നമുക്കൊരു ബി പോയിന്റ് ഉണ്ട്, ബി പോയിന്റ്. സോ ഇവിടെ സി പോയിന്റ്.
ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റിയാക്ഷൻ എ എന്താ കിട്ടിയ? ആർ എയുടെ വാല്യൂ എത്ര കിട്ടിയത്? ആർ എ ആൻസർ. അയ്യോ സോറി. ആർ എയുടെ വാല്യൂ 1.31. 1.31. ആ റിയാക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ? പോസിറ്റീവ് ഷിയർ ഫോഴ്സോ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്? എങ്ങനെയായിരുന്നു സൈൻ കൺവെൻഷൻ പറഞ്ഞു തന്നത്? ഇതൊരു ബീം ആണെങ്കിൽ ബീമിന്റെ ലെഫ്റ്റ് സൈഡില് അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, അതേപോലെ റൈറ്റ് സൈഡില് ഡൗൺവേർഡ്സ് ആണെങ്കിലും പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ആർ എയുടെ ഷിയർ ഫോഴ്സ് വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അപ്പോൾ ആർ എയുടെ വാല്യൂ എത്ര കിട്ടി? അപ്പൊ ബേസ് ലൈനിന് മുകളിലേക്കാണ് വരയ്ക്കേണ്ടത്. മുകളിലേക്ക് 1.31. ഇനി അപ് ടു 4 meters, എ ബി സ്പാനിൽ അപ് ടു 4 meters നമുക്ക് എന്തില്ല, വേറെ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ് ടു 4 meters ലോഡ് ഒന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടെ. സോ അതാണ്ട് എയിന്ന് 4 meter വരെ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അപ് ടു 4 meter എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വേണം വരയ്ക്കാൻ. അപ് ടു 4 meters സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കും. ഇനി 4 meters കഴിയുമ്പോൾ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? ഞാൻ രാവിലെ പറഞ്ഞത് അണ്ടേ ഇങ്ങനെ എ ബി, ഇവിടെ നമുക്കൊരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് 30 kN. പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് നമുക്ക് ഷിയർ ഫോഴ്സിനകത്ത് എന്ത് സംഭവിക്കും എന്നാ പറഞ്ഞു തന്നെ? ഷിയർ ഫോഴ്സിൽ എന്താണ് സംഭവിക്കുക? രാവിലെ പറഞ്ഞായിരുന്നല്ലോ. ഒരു പേരും പറഞ്ഞായിരുന്നു. There will be a shear jump. There will be a shear jump. അപ്പോൾ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഒരു ഷിയർ ജമ്പ് ഉണ്ടാകും. ഷിയർ ജമ്പ്. അപ്പോൾ ഷിയർ ജമ്പ് എന്ന് പറയുമ്പോൾ അണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരും. താഴത്തേക്ക് വരാൻ കാര്യം ഇവിടെ ഒരു 30 kN ആണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 30 kN 1.31 മുകളിലുണ്ടാവും. 1.31. അപ്പോൾ 30 മൈനസ് 1.31 എന്ന് പറയുമ്പോൾ 28.69. 28.69 ബേസ് ലൈന് താഴത്തേക്ക് വരും. 28.69 ബേസ് ലൈന് താഴത്തേക്ക് വരും. ഇനി ഒറിജിനൽ ക്വസ്റ്റ്യൻ ഫിഗറിൽ എന്തില്ല, ഇത്രയും പോർഷൻ ലോഡ് ഇല്ല. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും? ഇത് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കും. ഇനി ആർ ബി വണ്ണിന്റെ വാല്യൂ നോക്കിക്കേ. ആർ ബി വണ്ണിന്റെ വാല്യൂ എത്ര ആയിരുന്നു കിട്ടിയത്? ആർ ബി വൺ വാല്യൂ 28.69. 28.69. അപ്പോ ഇതണ്ടേ ഇതും 28.69 ആണ്. അപ്പൊ ബി ന്ന് താഴത്തേക്ക് വരയ്ക്കുക 28.69.
സോ ഇനി അടുത്ത എന്താണ് RB2. RB2 ഇനി ഇവിടെ ഒരു സൈൻ കൺവെൻഷൻ കൂടെ ഉണ്ടായിരുന്നു. റിയാക്ഷൻ റൈറ്റ് സൈഡില് അപ്വേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരിക്കും. RB എന്താണ് റിയാക്ഷൻ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആയിരുന്നു. കണക്കിന് ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണെങ്കിലും നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. RB2 അല്ല RB1 എന്ന് വെച്ചാൽ ഇങ്ങനല്ലേ ആക്ട് ചെയ്തത്. RB1 AB സ്പാനില് റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ് ആക്ട് ചെയ്തത്. റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അത് നെഗറ്റീവ് ആയിരിക്കും. ഷിയർ ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. ഇനി RB2ന്റെ വാല്യൂ എത്ര കിട്ടിയത്? RB2 23.03. 23.03. അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സിനകത്താണോ വരുന്നത്? നെഗറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നത്? പോസിറ്റീവ് ഷിയർ ഫോഴ്സിലാണോ നെഗറ്റീവ് ഷിയർ ഫോഴ്സിലാണോ വരുന്നത്? VC സ്പാൻ കൺസിഡർ ചെയ്യാണ്. VC സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ റിയാക്ഷൻ B2 അപ്വേർഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പൊ എന്ത് ചെയ്യുക? B2 ഇവിടുന്ന് മുകളിലേക്ക് വരയ്ക്കുക. 23 എത്രയായിരുന്നു? 03. ഇനി നോക്കിക്കേ BC സ്പാൻ. BC സ്പാനിൽ നമുക്ക് എന്തുണ്ട്? BC സ്പാനിന്റെ സെന്ററിലാണ് നമുക്കൊരു പോയിന്റ് ലോഡ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് വരച്ചു. ആ പോയിന്റ് ലോഡ് വരുന്ന പോയിന്റിൽ എന്ത് സംഭവിക്കും? ഒരു ഷിയർ ജമ്പ് സംഭവിക്കും. ഷിയർ ജമ്പ് സംഭവിക്കുമ്പോൾ എന്താണ്? ഈ 40 കിലോ ന്യൂട്ടൺ ആണ് താഴത്തേക്ക് വരുന്നത്. ആ 40 കിലോ ന്യൂട്ടണകത്ത് 23.03 മുകളിലുണ്ട്. ബാക്കി എത്ര താഴെ വരും? 23.03 മുകളിലും വരും. 40 മൈനസ് 23.03 എത്ര വരുന്നത്? എത്ര ആൻസർ വരുന്നത്? 40 മൈനസ് 23.03 40 minus 23.03 answer. 16.97. എന്തോ? 16.97. 16.97. സോ പിന്നെ എന്തില്ല? ലോഡ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു. 16.197. 16.97. ഇനി സി എന്ന് പറഞ്ഞ സപ്പോർട്ട് നോക്കിക്കേ. സി എന്ന് പറഞ്ഞ സപ്പോർട്ടില് ലോഡ് ആക്ട് ചെയ്യുന്ന RC1 വാല്യൂ എത്ര കിട്ടിയത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? RC1 വാല്യൂ 16.97. 16.97. അതെങ്ങനെയാ സി പോയിന്റ് എന്ന് വരയ്ക്കണ്ടേ? ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ? Upward. RC1 എന്ന് വെച്ചാൽ ഇങ്ങനല്ലേ? അതല്ലേ RC1? ഇതെന്താ? ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണ്. ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് നെഗറ്റീവ് ആണ്. അപ്പൊ RCന്ന് താഴത്തേക്ക് വരയ്ക്കുക. 16.9. സോ ഇവിടെയും കിട്ടിയത് 16.9 ആണ്. അപ്പൊ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ നിൽക്കും. 16.9 സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. ഇനി RC2ന്റെ വാല്യൂ എത്ര കിട്ടിയെന്ന് ഓർക്കുന്നുണ്ടോ? RC2ന്റെ വാല്യൂ 20 kilonewton. 20 കിലോ ന്യൂട്ടൺ. സോ RC2 എന്താണ്? ബീമിന്റെ റൈറ്റ് സൈഡില് ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആയതുകൊണ്ടാണ് പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. പിന്നെ നമുക്ക് ഇവിടെ ലോഡ് ഒന്നും ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഏറ്റവും എൻഡിൽ എന്തുകൊണ്ട്? ഒരു 20 കിലോ ന്യൂട്ടൺ താഴത്തേക്കുണ്ട്. അപ്പൊ ഇവിടെയും 20 ഇവിടെയും 20. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കും. സോ ഇതാണ് നമ്മുടെ ബെൻഡിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ നമ്മൾ നേരത്തെ നിങ്ങളുടെ ടോസ് 1-ലൊക്കെ പഠിച്ച അതേ ഷിയർ ഫോഴ്സ് ഡയഗ്രാം തന്നെയാണ് ഇവിടെയും വരയ്ക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. മനസ്സിലായിട്ടുണ്ടോ? Yes, sir. ബാക്കിയുള്ളവര്? Yes, sir.
സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 4th ക്വസ്റ്റ്യൻ. നേരത്തെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം, ബാക്കിയുള്ളവർ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനും ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് പറയാമോ? ഇതുവരെ ചെയ്തുകൊണ്ട് വന്ന ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താന്നൊക്കെ ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ആർക്കും ഒന്നും തോന്നുന്നില്ലേ? വ്യത്യാസം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും തോന്നുന്നില്ലേ? പോയിന്റ് ലോഡിന്റെ ഒന്നും അല്ല. സപ്പോർട്ടൊക്കെ ഒന്ന് നോക്കിക്കേ, എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് നോക്കിക്കേ. 4 സപ്പോർട്ട് ഉള്ളതിനുള്ള ഒരു ഇക്വേഷൻ വരെ നമ്മൾ പഠിച്ചായിരുന്നോ? എത്ര സപ്പോർട്ടിന്റെ ഇക്വേഷനാണ് പഠിച്ചത്? 3 സപ്പോർട്ടേ പഠിച്ചുള്ളൂ. ആദ്യം വരച്ച ഫിഗർ കാണുന്നില്ല, ഇക്വേഷൻ പറഞ്ഞപ്പോൾ 3 സപ്പോർട്ട്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ആ 3 സപ്പോർട്ടിന്റെ ഫിഗർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആണ് അപ്ലൈ തിയറം ഓഫ് 3 മൊമെന്റ്സ് എന്നുള്ളത്. ആ തേർഡ് സ്റ്റെപ്പ് 2 തവണ ചെയ്യണം. എങ്ങനെ 2 തവണ ചെയ്യണം എന്ന് വെച്ചാൽ ABC എന്ന് പറഞ്ഞൊരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യണം, പിന്നെ BCD എന്നുള്ളത് അടുത്തൊരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യണം. സോ അതിനു മുന്നേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ഒന്ന് ചെയ്ത ആൻസർ പറഞ്ഞേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫ്രീ മൊമെന്റ് ഡയഗ്രാം. ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ആൻസർ ഒന്ന് പറയാമോ സോൾവ് ചെയ്തിട്ട്? ഫ്രീ മൊമെന്റ് ഫസ്റ്റ് എന്താ? AB എന്ന് പറഞ്ഞ സ്പാൻ അല്ലേ? AB സ്പാനില് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സെന്ററിലാണ്. സെന്ററിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോയിന്റ് ലോഡ് വരുമ്പോൾ നമ്മുടെ ഷേപ്പ് എന്താ വരുന്നത്? ട്രയാങ്കിൾ ആണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ്. മാക്സിമം വാല്യൂ WL/4. therefore ആൻസർ എത്ര വരും ആ ട്രയാങ്കിളിന്റെ? 10. ഇനി അടുത്ത യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആകുമ്പോഴോ? പാരബോള മാക്സിമം മൊമെന്റ് WL/8 and answer WL/8 കേട്ടില്ല? 22.5 kilonewton meter. 22.5 kilonewton meter. ഈ ലാസ്റ്റ് സ്പാൻ എന്താ? അതൊരു എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആണ്. എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആകുമ്പോൾ എന്തായിരിക്കും വരുന്നത്? WAB divided by L. And answer WAB divided by L. Answer 18 kilonewton. 18 kilonewton meters. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫിഗർ വരച്ചിട്ട് താഴത്തേക്ക് വേണം വരയ്ക്കാനായിട്ട്. സോ അത് അങ്ങനെ തന്നെ വരയ്ക്കണം, എന്നാൽ നിങ്ങൾക്ക് മാർക്ക് ഫുൾ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ തെറ്റിപ്പോള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ വരച്ചിട്ട് അതിന്റെ താഴെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതിന്റെ താഴെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതിന്റെ താഴെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. ഇനി ഫസ്റ്റ് A1ന്റെ വാല്യൂ എന്ത് വരും? AB സ്പാനിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ
എ ബി സ്പാനിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എന്ത് വരും? ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു base into height. ആൻസർ പറഞ്ഞാൽ മതി. ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ആൻസർ 20 meter square. 20 meter square. ഇനി ബി സി പാരബോളയുടെ ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പാരബോളയുടെ ഏരിയയുടെ ഇക്വേഷൻ Equation 2/3 BH. 2/3 BH. അപ്പൊ 2/3 ഇൻറ്റു ബിയുടെ വാല്യൂ ബേസ് എത്രയാ? 6. 2/3 ഇൻറ്റു 6. ഹൈറ്റ് എത്ര വന്നു? 22.5. 22.5. ആൻസർ എന്ത് വരും? 2/3 ഇൻറ്റു 6 ഇൻറ്റു 22.5. 90 മീറ്റർ സ്ക്വയർ. ഇനി അതേ കണക്ക് തന്നെ ലാസ്റ്റ് സ്പാനിന്റെ ഏരിയ A3 45 meter square. 45 meter square. ഇനി നമുക്ക് സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എന്താണ്? 2 സ്പാൻ കണ്ടിന്യൂസ് ബീം എന്നും പറഞ്ഞാണ് ഡിറൈവ് ചെയ്തത്. ഓർക്കുന്നില്ലേ? എ ബി സി 3 സ്പാൻ വെച്ചിട്ടാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എത്ര സ്പാൻ ഉണ്ട്? എ ബി സ്പാൻ, ബി സി സ്പാൻ, സി ഡി സ്പാൻ. 3 സ്പാൻ 4 സപ്പോർട്ട്. തെറ്റിപ്പോരുതേ. എ ബി എന്നുള്ളത് ഒരു സ്പാൻ ആണ്, ബി സി എന്നുള്ളത് സെക്കൻഡ് സ്പാൻ ആണ്, സി ഡി എന്നുള്ളത് തേർഡ് സ്പാൻ ആണ്. അങ്ങനെ 3 സ്പാൻ ഉണ്ട്. അപ്പോൾ 3 സ്പാനിന്റെ ഇക്വേഷൻ മാത്രമേ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 സ്പാനിന്റെ ഇക്വേഷൻ മാത്രമേ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 3 സ്പാൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എ ബി സിക്കകത്ത് ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യും. എ ബി സി. അതേ കണക്ക് തന്നെ ക്ലെപ്രയോൺസ് തിയറം ബി സി ഡി എന്നും പറഞ്ഞ് സ്പാനിൽ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എ ബി സി എന്നും പറഞ്ഞ് ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യും. പിന്നെ ബി സി ഡി എന്നും പറഞ്ഞ് അടുത്ത പാർട്ടിൽ ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ ഈ പ്രോബ്ലത്തിനകത്ത് വരുന്ന വ്യത്യാസം. അപ്പോൾ ഇനി സെൻട്രോയിഡ് വാല്യൂ പറഞ്ഞേ. ആദ്യം നമ്മൾ എ ബി സി എന്നും പറഞ്ഞ് ആണ് ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എ ബി സി പാർട്ട് മാത്രം ആദ്യം കൺസിഡർ ചെയ്യും. അപ്പോൾ ഇനി ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എത്ര വരുന്നത്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അല്ല, ഏരിയ. സെൻട്രോയിഡ് സോറി. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് അത് സിമെട്രിക്കൽ അല്ലേ? സിമെട്രിക്കൽ 2 എ ബി ആൻഡ് സി. ഇത്രയും പോർഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ A1 എന്ന് പറയുന്നത് എ ബിയുടെ ഏരിയ, എ ബിയുടെ സെൻട്രോയിഡ്, അത് 2 meters. ഇനി ബി സി സ്പാൻ എടുക്കുമ്പോൾ A2. നമ്മൾ സെൻട്രോയിഡ് എവിടുന്ന എടുക്കുന്നത്? സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ സെൻട്രോയിഡ് ഡിസ്റ്റൻസ്, സെൻട്രോയിഡ് എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡയഗ്രത്തിന്റെ സെന്റർ ആണ്. അപ്പോൾ ആ സെന്റർ ഡിസ്റ്റൻസ് എടുക്കുന്നത്, നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഫ്രീ എൻഡിൽ നിന്നായിരിക്കും എടുക്കുന്നത്. സെന്റർ എൻഡിൽ നിന്നല്ല എടുക്കുന്നത്, എൻ സപ്പോർട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ A2ന്റെ വാല്യൂ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ബിക്കോസ് എന്താണ്? ബി സി എന്ന് പറഞ്ഞ പാരബോള സിമെട്രിക്കൽ ആണ്. അപ്പോൾ A2 ഈസ് ഈക്വൽ ടു എത്ര മീറ്റർ വരും? 3 meters. ഇനി അതേ കണക്ക് തന്നെ ഇപ്പോ ബി സി ഡി, ബി സി ഡി അപ്പോ ഇവിടെ എന്തുവരും? നമുക്ക് ബി സിയുടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ക്ലെപ്രയോൺസ് തിയറം ബി സി ഡി എന്നും പറഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്.
അപ്പോൾ സി ഡിയുടെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. A3 സി ഡിയുടെ സെൻട്രോയിഡ് സ്മോൾ A3 എങ്ങനെയൊക്കെ കിട്ടുന്ന വാല്യൂ എത്ര വരും? 1/3 into 2 plus 1/3 into 2 plus 1/3 എഴുതുക. 1/3 into ടോട്ടൽ ലെങ്ത് എത്രയാ? 5 meters ആണ്. ടോട്ടൽ ലെങ്ത് 1/3 into 5 പ്ലസ് നമ്മൾ ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നാണ് സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഡി മുതൽ മാക്സിമം മൊമെന്റുള്ള ഡിസ്റ്റൻസ് എന്താണ്? 2 meters ആണ്. അതുകൊണ്ട് 2 എടുത്തു. 1/3 into 5 plus 2 is equal to 7/3 meters. So ഇത്രയും ക്ലിയർ ആണോ? yes. Yes, sir. സോ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ക്ലാപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യുന്നു. എ ബി സ്പാനിൽ ക്ലാപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യുന്നു. എ ബി സി സ്പാനിൽ. സോ അപ്ലൈ theorem of 3 moments in span A, B and C. So നമുക്ക് എ എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്ത് ടൈപ്പ് സപ്പോർട്ട് ആയിരുന്നു? ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഹിഞ്ച് സപ്പോർട്ട് ആയിരുന്നു. ഹിഞ്ച് സപ്പോർട്ട് നമുക്ക് എന്തില്ല? എം എ വാല്യൂ മൊമെന്റ് ഇല്ല, 0 ആണ്. ഇനി അപ്പോ ഫസ്റ്റ് ടേം അങ്ങ് 0 ആയിപ്പോ എം എയുടെ വാല്യൂ 0 ആണ്. ഇനി ബാക്കി ടേംസ് മാത്രമേ ഉള്ളൂ. 2mb ഇൻറ്റു L1ന്റെ വാല്യൂ 4, L2ന്റെ വാല്യൂ 6. മൊമെന്റ് ഓഫ് ഇനേഷ്യ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പ്ലസ് MC ഇൻറ്റു L2/I2. MC എന്ന് പറഞ്ഞതും ഒരു റോളർ സപ്പോർട്ട് ആണ്. പക്ഷേ ബീമിന്റെ ഉള്ളിൽ വരുന്ന റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെ മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. ദെൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ A1 സ്മോൾ A1ന്റെ വാല്യൂ ഒക്കെ ക്വസ്റ്റിൽ നമ്മൾ ഡിറൈവ് ചെയ്തു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? എം ബിയുടെയും എം സിയുടെയും ടേമിൽ ഒരു ഇക്വേഷൻ കിട്ടും. സോ 20mb plus 6mc is equal to -330 എന്നൊരു ഇക്വേഷൻ കിട്ടും. 20mb plus 6mc is equal to -330. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? സ്പാൻ ബി സി ഡി കൺസിഡർ ചെയ്യണം. സ്പാൻ ബി സി ഡി. എന്നിട്ട് ക്ലാപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇതാണ് ക്ലാപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് 0 ആയിട്ട് എടുക്കാം? മൊമെന്റ് അറ്റ് ഡി 0 ആയിട്ട് എടുക്കാം. ലാസ്റ്റ് സ്പാൻ ആയതുകൊണ്ട് അത് 0 ആയിട്ട് കൺസിഡർ ചെയ്തു. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ കിട്ടും. സോ 6mb plus 22mc is equal to -396. സോ ക്ലാപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടുന്നുണ്ട്. 2 പാർട്ടായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ഈ 2 ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ മൊമെന്റ് അറ്റ് ബി ആൻഡ് മൊമെന്റ് അറ്റ് സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 2 ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ മൊമെന്റ് അറ്റ് ബി ആൻഡ് മൊമെന്റ് അറ്റ് സി വാല്യൂ കിട്ടും. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ മതി. അത് അറിയത്തില്ല എങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും 2 ഇക്വേഷൻ തമ്മിൽ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാനായിട്ട്. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മൊമെന്റ് അറ്റ് ബിയും മൊമെന്റ് അറ്റ് സിയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. മൊമെന്റ് അറ്റ് ബിയും മൊമെന്റ് അറ്റ് സിയും കിട്ടിക്കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. സോ അതാണ്ട് ആദ്യം എന്ത് ചെയ്യുക? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനകത്ത് നമുക്ക് കിട്ടിയ മൊമെന്റ് അറ്റ് ബിയുടെ വാല്യൂ -12.09, മൊമെന്റ് അറ്റ് സിയുടെ വാല്യൂ -14.70. ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ്സ് തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്യുക. ആ കിട്ടുന്നതാണ് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ സപ്പോർട്ടിലെ മൊമെന്റ് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസിന് മുകളിലുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്യുക. അതാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസിന് മുകളിലുള്ള പോർഷൻ, ഇവിടെയും ആ സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻസ് ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഫൈനൽ മൊമെന്റ് മാത്രം വരുന്ന പോർഷൻ, ഫൈനൽ മൊമെന്റ് മീൻസ് ആ സപ്പോർട്ടിലെ മൊമെന്റ് മാത്രം വരുന്ന പോർഷൻ അതും ഷെയ്ഡ് ചെയ്യുക. ഇതാണ് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഇനി ഇതിനകത്തും ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെയാണ് ഇവിടെയും ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താ ചെയ്യണ്ടേ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? എത്ര സ്പാനായിട്ട് ഡിവൈഡ് ചെയ്യുക? എ ബി, ബി സി ആൻഡ് സി ഡി.
ഇൻഡിവിജ്വൽ സ്പാനെ ഡിവൈഡ് ചെയ്തിട്ട് RA വാല്യൂ RB1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെന്ത് ചെയ്യുക, RB2 വാല്യൂ C1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, RC2 വാല്യൂ RD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ കണക്ക് തന്നെ. എന്നിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നിങ്ങൾ തനിയെ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കണം. വെറുതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ നിങ്ങളൊന്നും എക്സാമിന് ചെയ്യില്ല. യൂണിവേഴ്സിറ്റി എക്സാം ഓൺ ഡി വെട്ടം. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാം ഒന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവത്തില്ല. അപ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ട് ഇല്ലേ? So absent is number 16, 17 and 24. Number 16, number 17 and number 24. So നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. 16 ഇത്ര നേരം ഉണ്ടായിരുന്നു. 16 ഇത്ര നേരം ഉണ്ടായിരുന്നു. ആരായിരുന്നു 16? ബെൻ ആണോ? ഓക്കെ, ഇപ്പൊ അങ്ങോട്ട് കട്ടായത്. ഓക്കെ. അപ്പോ അടുത്ത ഈ സാറ്റർഡേ സൺഡേ നിങ്ങൾ ഇരുന്ന് ഇത്രയും പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള പ്രോബ്ലംസും ഇതേ രീതിയിൽ തന്നെയാണ്. ബാക്കിയുള്ള പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഇനി 2 പ്രോബ്ലം ഉണ്ട്. അപ് ടു പ്രോബ്ലം നമ്പർ 6 സെയിം രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിക്കായിരുന്നു. ഇപ്പോൾ ഇനി ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഇതിനകത്തുള്ള ആദ്യത്തെ 6 ഈ മോഡ്യൂളിലെ ഫസ്റ്റ് 6 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക നോട്ട്ബുക്കിൽ. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അങ്ങനെ ഒരുപാട് ടഫ് ഈ ഒരു രീതിയിൽ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അടുത്ത പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാ സപ്പോർട്ടും എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് പോലെട്ടാണ് വന്നത്. ഇതിന്റെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഡിലൊക്കെ ഫിക്സഡ് സപ്പോർട്ട്സ് വരും. അതാണ് അതിന്റെ അടുത്ത പാർട്ട്, ഈ മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ പ്രോബ്ലം കൂടാതെ ഒരു 2 പ്രോബ്ലംസും കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. മോഡ്യൂൾ 4ലെ ഫസ്റ്റ് 6 പ്രോബ്ലംസ് എല്ലാവരും ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കണം, ആരും വായിച്ച് പഠിക്കരുത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട്സ് ഒന്നും ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു.